ഈ ഇന്ന് പെന്തക്കോസ്താ ദിവസത്തിൻ്റെ പ്രത്യേക കാര്യം കൂടി ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് മക്കൾ വഴി മാതാപിതാക്കൾക്കുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എപ്രകാരം നമ്മളെയും സഭയുമൊക്കെ ദൈവികതയിൽ അകറ്റുന്നു എന്നുള്ള ഒരു പരമാർത്ഥ സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ജോബിൻ്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നു, ജോബിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ മക്കൾ പോയതുകൊണ്ട് അവിടെ എന്തെങ്കിലും തിന്മ സംഭവിച്ചിരിക്കുമോ എന്ന് വിചാരിച്ച് ജോബ് ദൈവത്തിന് മുമ്പിൽ ബലിയർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ റിലേഷൻ അത്രമാത്രം വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണത്. ഏത് ഇഷ്ടം വരെ പോകുന്നുവെന്ന് നമുക്കിന്ന് പേപ്പറുകളിൽ കൂടെ അറിയാൻ പറ്റുന്നുണ്ട്. 8 വയസ്സായ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഗർഭിണികളാകുന്ന അവസ്ഥകൾ. അപ്പം കർത്താവിൻ്റെ 6ാം പ്രമാണത്തിന് വ്യക്തമായിട്ട് എന്തെല്ലാമാണ് ലോകത്ത് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളും ഏതെങ്കിലും വിശുദ്ധമായ ഇടപെടലുകളല്ലാതെ അശുദ്ധമായ ഇടപെടലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാൻ അല്ലെങ്കിൽ നമ്മൾ കടപ്പെട്ടവരാണ്. കാരണം ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്കെടുക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളുടെ ഇടപെടലിലൊക്കെ വിശുദ്ധമായ ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക മക്കളുടെ ഇടപെടലുകൾ എങ്ങനെയാണെന്ന്. ഓരോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപെടുന്നതിന് കുഴപ്പമില്ല, വിശുദ്ധമാണെങ്കിൽ എല്ലാം നല്ലതാണ്. പക്ഷേ അശുദ്ധമായ ഇടപെടലുകളുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് തിരുത്താൻ സാധിക്കണം. ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കെണിയാണിത്. പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണിത്. അശുദ്ധി ലോകത്തിലെ കുടുംബങ്ങളിൽ വിതയ്ക്കുക എന്നുള്ളത്. ഇതിനെതിരായിട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. ഈ പെന്തക്കോസ്താ ദിനം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം.